ആലപ്പുഴയിലെ ആ ചെറിയ ഗ്രാമത്തിൽ അന്ന് രാവിലെ മുതൽക്കേ വലിയൊരു ചർച്ച നടക്കുകയായിരുന്നു. ചായക്കടകളിലും കവലകളിലും ഒത്തുകൂടിയവരുടെ എല്ലാം സംസാര വിഷയം ഒന്നു തന്നെ: മാധവൻ പിള്ളയുടെ മകൾ നന്ദനയുടെ കല്യാണം. നന്ദന എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ തന്നെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി. പട്ടുപോലത്തെ വെളുത്ത നിറവും കാൽമുട്ടോളം എത്തുന്ന കറുത്തു തുടുത്ത മുടിയും കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്ന് പോകുന്ന വലിയ കണ്ണുകളുമുള്ള ഒരു ലക്ഷണമൊത്ത നാട്ടിൻ പുറത്തുകാരി. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എത്രയോ നല്ല ആലോചനകൾ അവളെ തേടി വന്നിരുന്നു. ഗൾഫുകാരനും സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ വരി നിന്നിട്ടും മാധവൻ പിള്ള അതൊന്നും സമ്മതിച്ചിരുന്നില്ല. ഒടുവിൽ ദൂരത്തെങ്ങോ ഉള്ളൊരു ബന്ധു കൂടിയായ ദേവന്റെ ആലോചന വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. ദേവൻ, അവനെ ആ നാട്ടിൽ അറിയാത്തവർ ചുരുക്കമാണ്. കവലയിലെ ചെറിയൊരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ കൈകളിൽ എണ്ണക്കരയും പുരണ്ട് പണിയെടുക്കുന്ന സാധാരണക്കാരൻ. അതിലുമുപരി കണ്ടാൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പ്രകൃതി കരിവാരി തേച്ചതുപോലെയുള്ളൊരു കറുത്ത ശരീരം. ഉയരവും ഒത്ത തടിയും ഉണ്ടെങ്കിലും ആ ഇരുണ്ട നിറം കാരണം ആളുകൾ അവനെ എപ്പോഴും മാറ്റി നിർത്തിയിരുന്നു. സ്വന്തം വീട്ടിൽ പോലും ദേവൻ ഒരു രണ്ടാംകിട പൗരന്റെ പരിഗണനയെ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ അനിയൻ ഹരി നല്ല വെളുത്തു തുടുത്ത പയ്യനാണ്. അതുകൊണ്ട് തന്നെ അമ്മ ജാനകിയുടെ സ്നേഹവും ശ്രദ്ധയും എപ്പോഴും ഹരിക്കൊപ്പമായിരുന്നു. നമ്മുടെ മാധവൻ പിള്ളയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? അതോ വല്ല ബാധ്യതയും തീർക്കാനുണ്ടോ? ആ പാല് പോലത്തെ പെണ്ണിനെ കൊണ്ടുപോയി ആ കരിമ്പാറയുടെ കൈകളിൽ വെച്ച് കൊടുത്തല്ലോ. കവലയിൽ ചായക്കടയിലിരുന്ന രാഘവൻ നായർ ചായ ഊതി കുടിച്ചുകൊണ്ട് പറഞ്ഞു, അതല്ലേടാ, മാധവൻ പിള്ളയുടെ പഴയൊരു കടം തീർത്തത് ദേവന്റെ അച്ഛനായിരുന്നു. ആ നന്ദി കാണിച്ചതാകാനേ വഴിയുള്ളൂ. എന്തായാലും ആ പാവം പെണ്ണിന്റെ വിധി. മറ്റൊരാൾ അതിനോട് യോജിച്ചു. ഈ സംസാരങ്ങളൊന്നും ദേവന്റെ കാതുകളിൽ എത്തിയിരുന്നില്ല. കല്യാണ പന്തലിൽ വെച്ച് നന്ദനയുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ അവന്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. ആളുകളുടെ കുശുകുശുപ്പുകളും പരിഹാസങ്ങൾ ചിരികളും തൻ്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്നത് അവൻ അറിഞ്ഞു. താൻ കാരണം ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ ജീവിതം ഇരുളടഞ്ഞു പോകുകയാണോ എന്ന ചിന്ത അവനെ അലട്ടിക്കൊണ്ടേയിരുന്നു. ചടങ്ങുകൾക്കൊടുവിൽ കല്യാണം കഴിഞ്ഞ ദേവന്റെ ചെറിയ വീട്ടിലേക്ക് നന്ദന വലതുകാലം വെച്ചു കയറി. പരമ്പരാഗതമായ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. ദേവന്റെ വീട് വളരെ ചെറുതായിരുന്നു. ഒരു ചെറിയ ഉമ്മറവും 2 കിടപ്പുമുറികളും അടുക്കളയും മാത്രം. വലിയ തറവാട്ടിൽ നിന്നും വളർന്നു വന്ന നന്ദനയ്ക്ക് ഈ വീട് ഒരു പക്ഷെ അപരിചിതമായിരുന്നിരിക്കാം. പക്ഷെ അവളുടെ മുഖത്ത് യാതൊരുവിധ അതൃപ്തിയും ഉണ്ടായിരുന്നില്ല. അത്താഴം കഴിക്കാനിരുന്നപ്പോൾ അമ്മ ജാനകി നന്ദനയുടെ അരികിൽ വന്നിരുന്നു. മോളെ നന്ദന, നിനക്ക് ഈ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കണ്ട് വിഷമം തോന്നുന്നുണ്ടോ എന്നറിയില്ല. എൻ്റെ ചെറിയ മകൻ ഹരിക്ക് നല്ലൊരു ജോലി കിട്ടാറായിട്ടുണ്ട്. അവൻ മിടുക്കനാണ്. വെളുത്ത് തുടുത്ത് അച്ഛൻ്റെ അതേ ചായ അവന്. ഇവൻ ദേവൻ, ഇവൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാ. ആരോടും അധികം സംസാരിക്കാറില്ല. ഈ കറുത്ത നിറം പോലെ തന്നെ അവൻ്റെ മനസ്സും, എപ്പോഴും ഒരു ഇരുൾ മൂടിയതുപോലെ. ജാനകി നന്ദന കേൾക്കെ പതുക്കെ പറഞ്ഞു. അമ്മയുടെ വാക്കുകൾ അടുക്കള വശത്ത് പാത്രം കഴുകുകയായിരുന്ന ദേവന്റെ നെഞ്ചിലാണ് ചെന്ന് തറച്ചത്. അവൻ കൈകൾ അമർത്തി തുടച്ചു. സ്വന്തം അമ്മ പോലും തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ താഴ്ത്തി കെട്ടുമ്പോൾ അവന് പുതിയൊരു ജീവിതം തുടങ്ങാൻ എങ്ങനെ ധൈര്യം വരും? നന്ദന പക്ഷേ ജാനകിയുടെ വാക്കുകളോട് അനുകൂലിച്ചില്ല. അവൾ ദേവനെ പതുക്കെ നോക്കി. അവൻ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. അമ്മേ, മനുഷ്യന്റെ നിറത്തിലല്ലല്ലോ കാര്യം, ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയും നല്ലൊരു മനസ്സുമല്ലേ പ്രധാനം. ദേവേട്ടന് അധ്വാനിച്ച് ജീവിക്കുന്ന ആളല്ലേ, എനിക്കതിലാണ് അഭിമാനം. നന്ദനയുടെ ആ വാക്കുകൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നിശബ്ദരാക്കി. ദേവൻ വിശ്വസിക്കാനാവാതെ അവളെ നോക്കി. അവളുടെ ആ വാക്കുകളിൽ ഒരു തുള്ളി പോലും കപടതയില്ലായിരുന്നു. എങ്കിലും അവൻ്റെ ഉള്ളിലെ അപകർഷതാബോധത്തിൻ്റെ മതിൽക്കെട്ടുകൾ അത്ര പെട്ടെന്ന് തകരുന്നവയായിരുന്നില്ല. രാത്രി 9 മണിയായി. ദേവന്റെ മുറിയിൽ മല്ലികപ്പൂക്കളുടെ മണവും നേരിയ ചന്ദനത്തിരിയുടെ സുഗന്ധവും നിറഞ്ഞു നിന്നിരുന്നു. പഴയ കട്ടിലിൽ പുതിയൊരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. നന്ദന ഒരു സെറ്റ് സാരി ഉടുത്ത് തലമുടി പകുതി അഴിച്ചിട്ട് കട്ടിലിൻ്റെ ഒരറ്റത്ത് ഇരിക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലും ഉണ്ടായിരുന്നു. ചുവരിലെ ചെറിയ നൈറ്റ് ബൾബിന്റെ വെളിച്ചത്തിൽ അവൾ ഒരു മാലാഖയെ പോലെ തിളങ്ങി. ദേവൻ പതുക്കെ മുറിയിലേക്ക് നടന്നു. വാതിൽക്കൽ എത്തിയപ്പോൾ ദേവന്റെ കാലുകൾ മുന്നോട്ട് നീങ്ങാൻ മടിച്ചു. അവൻ തൻ്റെ ഇരുണ്ട കൈകളിലേക്ക് നോക്കി. താൻ ഈ മുറിയിലേക്ക് കയറിയാൽ ഈ മുറിയുടെ ഭംഗി തന്നെ നഷ്ടപ്പെടുമെന്ന് അവന് തോന്നി. ദേവേട്ടാ, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് വരൂ, നന്ദന പതുക്കെ വിളിച്ചു. അവളുടെ ശബ്ദത്തിൽ ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിൻ്റെ എല്ലാ നാണവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ദേവൻ പതുക്കെ അകത്തേക്ക് കയറി വാതിലടച്ചു. പക്ഷേ അവൻ്റെ കട്ടിലിൻ്റെ അടുത്തേക്ക് പോയില്ല. പകരം ജനലിനരികിലേക്ക് മാറി നിന്നു. പുറത്തു പെയ്യാൻ പരുവത്തിൽ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. നന്ദന, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ദേവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ ദേവേട്ട? ചോദിച്ചോളൂ. നന്ദന എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നു. അവളുടെ സാരിയുടെ അരികുകൾ ദേവന്റെ കാലുകളിൽ തൊട്ടുരുമി.
നീ എന്തിനാ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? നിന്റെ അച്ഛൻ നിർബന്ധിച്ചത് കൊണ്ടാണോ? അതോ എൻ്റെ അച്ഛൻ ചെയ്ത പണ്ടത്തെ വല്ല സഹായത്തിൻ്റെയും കടം വീട്ടാനാണോ? എന്നെ നോക്കൂ നന്ദന, ഞാനും നീയും തമ്മിൽ വല്ല ചേർച്ചയുമുണ്ടോ? നീ പാല് പോലെ വെളുത്തവളാ. ഞാനാണെങ്കിൽ ദേവന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ തൊണ്ടയിടറി. നന്ദന പതുക്കെ ദേവൻ്റെ കൈകളിൽ പിടിച്ചു. അവളുടെ മൃദുവായ വെളുത്ത കൈകൾ അവൻ്റെ കറുത്ത തഴമ്പിച്ച കൈകൾ അമർന്നപ്പോൾ ദേവൻ പെട്ടെന്ന് കൈകൾ പിൻവലിക്കാൻ ശ്രമിച്ചു. ദേവേട്ട, കളയരുത്. നന്ദനെ അവൻ്റെ കൈകൾ വിട്ടില്ല. അവൾ അവനെ നേരെ നോക്കി. ഞാനൊരു കൊച്ചുകുട്ടിയല്ല. എനിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അറിയാം. അച്ഛൻ ഈ കല്യാണാലോചന പറഞ്ഞപ്പോൾ ഞാൻ ദേവേട്ടനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. കവലയിൽ വെച്ച് അച്ഛൻ ദേവേട്ടനെ പലവട്ടം കണ്ടിട്ടുമുണ്ട്. ആരുമില്ലാത്ത അനാഥരായ കുട്ടികൾക്ക് ദേവേട്ടൻ രഹസ്യമായി സഹായിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്. ബാഹ്യമായ സൗന്ദര്യമല്ല എനിക്ക് വേണ്ടത്. എന്നെ സ്നേഹിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു നല്ല മനുഷ്യനെയാണ്. അത് ദേവേട്ടനാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവളുടെ വാക്കുകൾ ദേവൻ്റെ മനസ്സിനെ സ്പർശിച്ചെങ്കിലും അവൻ്റെ ഉള്ളിൽ കാലങ്ങളായുള്ള അപകർഷതാബോധം വീണ്ടും തലപൊക്കി. ഇപ്പോൾ അവൾ സഹതാപം കൊണ്ട് പറയുന്നതാണ്. നാളെ എന്നോടൊപ്പമുള്ള ഒരു ചടങ്ങിലോ കവലയിലോ ഇറങ്ങുമ്പോൾ ആളുകൾ കളിയാക്കുമ്പോൾ അവൾക്ക് എന്നോട് വെറുപ്പ് തോന്നും. ദേവൻ ചിന്തിച്ചു. നന്ദനെ, നീ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. സമൂഹത്തിന് ചില കാഴ്ചപ്പാടുകളുണ്ട്. നിനക്ക് ഇപ്പോൾ തോന്നുന്ന ഈ താല്പര്യം നാളെ നഷ്ടപ്പെടാം. എനിക്ക് കുറച്ച് സമയം വേണം. ദേവൻ പതുക്കെ അവളുടെ കൈകളിൽ നിന്നും തൻ്റെ കൈകൾ അടർത്തി മാറ്റി. എന്നിട്ട് അവൻ അലമാരയിൽ നിന്നും ഒരു പായും തലേണയും എടുത്ത് തറയിൽ വിരിച്ചു. ദേവേട്ട, ഇതെന്താ ഈ ചെയ്യുന്നത്? നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിചാരിച്ചതേ അല്ലായിരുന്നു ഇത്. നീ തളർന്നിട്ടുണ്ടാകും. കിടന്നു. ഞാൻ ഇവിടെ താഴെ കിടന്നോളാം. എന്നെ നിന്റെ ഭർത്താവായി അംഗീകരിക്കാൻ നിനക്ക് കഴിഞ്ഞേക്കും. പക്ഷെ നിന്റെ ഭർത്താവായി ജീവിക്കാൻ എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല. കുറഞ്ഞ പക്ഷം ഇപ്പോൾ. ദേവൻ ലൈറ്റ് അണച്ചുകൊണ്ട് തറയിൽ കിടന്നു. മുറിയിലാകെ ഇരുട്ട് പടർന്നു. കട്ടിലിരുന്ന് നന്ദന പതുക്കെ വിങ്ങിപ്പൊട്ടാൻ തുടങ്ങി. തൻ്റെ നിരുപാധികമായ സ്നേഹത്തെ ദേവൻ തൻ്റെ നിറത്തിൻ്റെ പേരിലുള്ള അപകർഷത കൊണ്ട് തള്ളിക്കളയുകയായിരുന്നു. ജനലിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് അടിച്ചുകൊണ്ടിരുന്നു. ആ രാത്രിയിൽ ഒരേ മുറിയിൽ വളരെ അടുത്തായിരുന്നിട്ടും അവർക്കിടയിൽ വലിയൊരു ദൂരം രൂപപ്പെടുകയായിരുന്നു. രാവിലെ നേരം പുലർന്നപ്പോൾ നന്ദനയാണ് ആദ്യം ഉണർന്നത്. തറയിൽ കിടന്നുറങ്ങുന്ന ദേവനെ അവൾ സങ്കടത്തോടെ നോക്കി. ഉറക്കത്തിൽ പോലും അവൻ്റെ മുഖത്ത് എന്തോ വലിയൊരു വേദന നിഴലിച്ചിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് കുളിച്ച് ഒരു സാധാരണ കോട്ടൺ സാരിയും ഉടുത്ത് അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ ജാനകി ചായ ഉണ്ടാക്കുകയായിരുന്നു. നന്ദനയെ കണ്ടതും അവരൊന്ന് പുച്ഛത്തോടെ നോക്കി. ആഹാ, മരുമകൾ ഉണർന്നോ? വലിയ വീട്ടിലെ കുട്ടിയായതുകൊണ്ട് ഉച്ചയ്ക്ക് എഴുന്നേൽക്കുമെന്നാണ് വിചാരിച്ചത്. ദാ ഈ ചായ എടുത്ത് ദേവന് കൊടുക്കുക. അവൻ ഇപ്പോഴേ വർക്ക്ഷോപ്പിൽ പോകാൻ ഒരുങ്ങും. ജാനകി ചായ ഗ്ലാസ് അവളുടെ കൈകളിൽ കൊടുത്തു. നന്ദന ചായയുമായി മുറിയിലേക്ക് ചെന്നപ്പോൾ ദേവൻ റെഡിയായി നിൽക്കുകയായിരുന്നു. തൻ്റെ കറുത്ത പാൻറ്റും നീല ഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം. ദേവേട്ട, ചായ കുടിക്കാൻ. നന്ദന ചായ നീട്ടി. ദേവൻ ചായ വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാൻ മടിക്കുകയായിരുന്നു. ഞാൻ പോകുന്നു, വരാൻ വൈകും. അമ്മയോട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ദേവൻ ബൈക്കിൻ്റെ കീയുമായി പുറത്തേക്ക് നടന്നു. അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ലീലാവതി അമ്മ മതിൽക്കൽ വന്നു നിന്നു. എന്താ ദേവ, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസമല്ലേ? അതിനുള്ളിൽ ജോലിക്ക് ഇറങ്ങിയോ? പുതിയ പെണ്ണിനെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി കൂടെ? അതോ അവൾക്ക് നിന്റെ കൂടെ വരാൻ നാണക്കേടാണോ? ലീലാവതി ഉച്ചത്തിൽ ചോദിച്ചു. ദേവൻ മറുപടി ഒന്നും പറയാതെ ബൈക്ക് ഓടിച്ചുപോയി. ഉമ്മറത്ത് നിന്നിരുന്ന നന്ദന ആ ചോദ്യം കേട്ട് തരിച്ചു നിന്നു. ആളുകൾ എത്ര ക്രൂരമായാണ് സംസാരിക്കുന്നത്. അവൾ കൈകൾ ചുരുട്ടി പിടിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കുക അത്ര എളുപ്പമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ അവൾ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അവൻ്റെ ഉള്ളിലെ ആ നൊമ്പരങ്ങൾ തുടച്ചു മാറ്റി അവനെ തന്നിലേക്ക് അടുപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അവൾ ഉറപ്പിച്ചു. ഗ്രാമത്തിലെ കവലയിലുള്ള കാർത്തിക ഓട്ടോമൊബൈൽസ് എന്ന ചെറിയ വർക്ക്ഷോപ്പായിരുന്നു ദേവൻ്റെ ലോകം. ചുറ്റും ചിതറിക്കിടക്കുന്ന ഇരുമ്പ് കഷ്ണങ്ങളും എഞ്ചിൻ ഓയിലിൻ്റെ കറുത്ത മണവും കരിപുരണ്ട ചുവരുകളും അവനേറെ പരിചിതമായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ അവൻ നാട്ടുകാരുടെ പരിഹാസങ്ങളിൽ നിന്നും വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിന്നും ഒരു പരിധിവരെ സുരക്ഷിതനായിരുന്നു. എണ്ണക്കര പുരണ്ട തുണി കൊണ്ട് കൈകൾ തുടച്ചുകൊണ്ട് അവൻ ഒരു പഴയ അംബാസഡർ കാറിൻ്റെ എഞ്ചിൻ നന്നാക്കുകയായിരുന്നു. പക്ഷെ അവൻ്റെ മനസ്സ് അവിടെയൊന്നും ആയിരുന്നില്ല. ഇന്നലെ രാത്രി നന്ദനയുടെ കണ്ണുകളിൽ കണ്ട സങ്കടം അവൻ്റെ ഉള്ളിൽ ഒരു കരലായി അവശേഷിച്ചിരുന്നു. താൻ ചെയ്തത് ശരിയാണോ എന്ന് അവൻ വീണ്ടും ചിന്തിച്ചു. അവൾ അത്രയും സ്നേഹത്തോടെ കൈകൾ ചേർത്തപ്പോൾ തൻ്റെ ഉള്ളിലെ ഭയം കാരണം
അവളെ തള്ളി പറയുകയല്ലേ താൻ ചെയ്തത്? എന്താടാ ദേവ, വല്ലാത്തൊരാലോചനയിലാണല്ലോ. കല്യാണം കഴിഞ്ഞ പയ്യന്മാർക്ക് ഈ സമയത്ത് മുഖത്ത് നല്ലൊരു തിളക്കമുണ്ടാകേണ്ടതാ. നിന്റെ മുഖത്ത് എന്താ ഒരു കറുത്ത കാർമേഘം? ദേവന്റെ കൂടെ പണിയെടുക്കുന്ന മുതിർന്ന മെക്കാനിക്ക് വാസുവണ്ണൻ ഒരു ചായ ഗ്ലാസുമായി അവന്റെ അരികിലേക്ക് വന്നു. വാസുവണ്ണൻ ദേവൻ ഒരു ജ്യേഷ്ഠനെ പോലെ ആയിരുന്നു. അവന്റെ എല്ലാ സങ്കടങ്ങളും അറിയാവുന്ന ഒരാൾ. ഒന്നുമില്ല വാസുവണ്ണ, വെറുതെ ഓരോന്ന് ചിന്തിച്ചു പോയതാ. ദേവൻ ചായ വാങ്ങി ഒരു ഇറക്ക് കുടിച്ചു. എനിക്ക് നിന്നെ അറിയാത്തതാണോടാ? നീ ആ കുട്ടിയെക്കുറിച്ച് ആലോചിച്ചതല്ലേ സങ്കടപ്പെടുന്നത്? മാധവൻ പിള്ളയുടെ മകൾ നന്ദന, ഒരു ലക്ഷണമൊത്ത പെൺകുട്ടി. അവളെപ്പോലൊരു സുന്ദരി നിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? വാസുവണ്ണൻ അവന്റെ തോളിൽ കൈവച്ചു. അതുതന്നെയാണ് എൻ്റെ പേടിയും. അവളൊരു രാജകുമാരിയെ പോലെ വളർന്നവളാ. ഞാനാണെങ്കിൽ ഈ വർക്ക്ഷോപ്പിലെ കരിയും പുകയും ഏറ്റേക്ക് നടക്കുന്ന ഒരു കാര്യം പറയും. ഞാനും അവളും തമ്മിൽ എവിടെയെങ്കിലും ഒരു ചേർച്ചയുണ്ടോ? നാട്ടുകാർ ഓരോന്നും പറയുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് എന്നോട് വെറുപ്പ് തോന്നില്ലേ? അതിലും നല്ലത് അവൾ എന്നിൽ നിന്നും അകലം പാലിക്കുന്നതാ. ദേവൻ തൻ്റെ മനസ്സിലെ ഭയം തുറന്നു പറഞ്ഞു. നീ ഒരു വിഡ്ഢിയാടാ ദേവ, വാസുവണ്ണൻ ശാസനയോടെ പറഞ്ഞു. സ്ത്രീകൾ പുരുഷന്റെ നിറം നോക്കിയല്ല സ്നേഹിക്കുന്നത്, അവന്റെ മനസ്സ് നോക്കിയ. ആ പെൺകുട്ടി നിന്റെ ഈ അവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നിന്റെ കഴുത്തിൽ താലി ചാർത്താൻ സമ്മതിച്ചത്? അവളുടെ സ്നേഹത്തെ നീ ഇങ്ങനെ സംശയിച്ചാൽ അത് ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. നീ നിന്റെ മനസ്സിന്റെ മതിൽക്കെട്ടുകൾ പൊളിച്ചു കളയാൻ നോക്ക്. വാസുവണ്ണന്റെ വാക്കുകൾ ദേവന്റെ ഉള്ളിൽ ഒരു പുതിയ ചിന്തയ്ക്ക് വഴി തുറന്നു. എങ്കിലും ഒരു രാത്രി കൊണ്ട് മാറിപ്പോകുന്നതായിരുന്നില്ല അവന്റെ വർഷങ്ങളായുള്ള അപകർഷതാബോധം. അതേസമയം ദേവന്റെ വീട്ടിൽ നന്ദന മറ്റൊരു യുദ്ധത്തിലായിരുന്നു. രാവിലെ മുതൽ അടുക്കളയിലെ പണികളെല്ലാം അവൾ തനിച്ചാണ് ചെയ്തത്. ആ വലിയ തറവാട്ടിൽ ജീവിച്ചിരുന്നപ്പോൾ അമ്മയും ജോലിക്കാരും ചേർന്ന് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇവിടെ അവൾ യാതൊരു മടിയും കൂടാതെ ചെയ്തു തീർത്തു. വീട് വൃത്തിയാക്കി അലക്കി ഉച്ചയ്ക്കുള്ള ഊണും തയ്യാറാക്കി വെച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരുന്നപ്പോൾ അനിയൻ ഹരി കോളേജിൽ നിന്നും എത്തിയിരുന്നു. അവൻ നല്ല വെളുത്ത് നിറമുള്ള അല്പം തലക്കനമുള്ളൊരു പയ്യനായിരുന്നു. നന്ദന അവന് ചോറ് വിളമ്പിക്കൊടുത്തു. ഇതാണോ വലിയ തറവാട്ടിലെ പാചകം? കറിക്കൊട്ടും ഉപ്പില്ലല്ലോ. ഹരി പ്ലേറ്റ് അല്പം ദേഷ്യത്തോടെ തള്ളി മാറ്റി. അയ്യോ, ഉപ്പ് കുറവാണെങ്കിൽ ഞാൻ ഇത്തിരി എടുത്തു തരാം ഹരി, നന്ദന പരിങ്ങലോടെ പറഞ്ഞു. വേണ്ട, എനിക്ക് വേണ്ട. വലിയ തറവാടിലെ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഒരു കറി പോലും ഉണ്ടാക്കാൻ അറിയില്ല എൻ്റെ ഏട്ടൻ. കറുത്ത വിധിക്ക് ഇങ്ങനെയൊക്കെയല്ലേ കിട്ടൂ? ഹരി പരിഹാസത്തോടെ പെറുപെറുത്തു. അടുക്കളയിൽ നിന്നിരുന്ന ജാനകി അത് കേട്ടിട്ടും മകനെ ശാസിക്കാൻ തയ്യാറായില്ല. പകരം അവർ ഹരിക്ക് അനുകൂലമായി സംസാരിച്ചു. അതാ ഞാൻ പറഞ്ഞത് ഹരി, വലിയ വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും മോൾക്ക് പിടിക്കില്ല. എൻ്റെ ദേവന്റെ ഒരു ഭാഗ്യം. തൻ്റെ ഭർത്താവിനെ സ്വന്തം അമ്മയും അനിയനും പോലും എത്രമാത്രം മാറ്റി നിർത്തുന്നു എന്ന് നന്ദനയ്ക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ട നിമിഷമായിരുന്നു അത്. അവൾക്ക് സങ്കടത്തെക്കാളേറെ ദേവനോട് വലിയൊരു ആദരവും സ്നേഹവുമാണ് തോന്നിയത്. ഇത്രയും അവഗണനകൾ സഹിച്ചിട്ടാണ് അവൻ ആ വീട്ടിലെല്ലാവരെയും സംരക്ഷിക്കുന്നത്. അവൾ മനസ്സിൽ ഉറപ്പിച്ചു, ഈ വീട്ടിൽ ദേവേട്ടന് അർഹിക്കുന്ന സ്ഥാനം ഞാൻ നേടിക്കൊടുക്കും. വൈകുന്നേരം 6 മണിയായപ്പോഴേക്കും നന്ദന കുളിച്ച് ഒരു ഇളംപച്ച നിറമുള്ള സാരി അണിഞ്ഞ് ഉമ്മറത്തെ തിണ്ണയിൽ വന്നിരുന്നു. അവൾ വഴിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു, ദേവന്റെ ബൈക്കിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി. 7 മണിയായപ്പോൾ മുറ്റത്തേക്ക് പഴയ ബൈക്ക് ഓടിച്ചു കയറി. ദേവൻ ബൈക്ക് സ്റ്റാൻഡിലിട്ട് തിരിഞ്ഞപ്പോൾ ഉമ്മറത്തിരിക്കുന്ന നന്ദനയെ കണ്ടവൻ ഒന്ന് സ്തബ്ധനായി. സന്ധ്യാവെളിച്ചത്തിൽ അവൾ ലക്ഷ്മി ദേവിയെ പോലെ തോന്നിപ്പിച്ചു. ദേവൻ പതുക്കെ ഉമ്മറത്തേക്ക് കയറി വന്നു. അവന്റെ ഷർട്ടിലും കൈകളിലും കറുത്ത ഓയിലിന്റെ കറയുണ്ടായിരുന്നു. ദേവേട്ട, ചായ എടുക്കട്ടെ അതോ കുളിച്ചിട്ട് കുടിക്കുന്നോ? നന്ദന എഴുന്നേറ്റ് ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ തലേ ദിവസത്തെ സങ്കടത്തിന്റെ നിഴലാട്ടങ്ങൾ പോലുമില്ലായിരുന്നു. ഞാൻ കുളിച്ചിട്ട് വരാം. ദേഹത്താകെ കരിയ. തൻ്റെ കറുത്ത കൈകൾ അവൾ കാണാതിരിക്കാൻ അവൻ പുറകിലേക്ക് മറച്ചു പിടിച്ചു. കരി പുരളുന്നത് അധ്വാനിക്കുന്നത് കൊണ്ടല്ലേ ദേവേട്ട? അതെനിക്കൊരു ബുദ്ധിമുട്ടുമല്ല, നന്ദന പുഞ്ചിരിയോടെ പറഞ്ഞു. ദേവനൊന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. കുളി കഴിഞ്ഞവൻ ഇറങ്ങിയപ്പോൾ നന്ദന മേശപ്പുറത്ത് ചായയും പലഹാരവും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും മാത്രം ഉമ്മറത്തിരുന്ന് ചായ കുടിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഒരു നിശബ്ദത പടർന്നു. ആ നിശബ്ദത ഭേദിച്ചത് നന്ദനയായിരുന്നു. ദേവേട്ട, നാളെ നമുക്കൊന്ന് പുറത്തു പോയാലോ? നമ്മുടെ അടുത്ത് തന്നെയുള്ള കൃഷ്ണക്ഷേത്രത്തിൽ വരെ. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഒരിടത്തും പോയില്ലല്ലോ. നന്ദന പ്രതീക്ഷയോടെ അവനെ നോക്കി. ദേവൻ ചായ ഗ്ലാസ് താഴെ വെച്ചു. അവൻ്റെ മുഖം പെട്ടെന്ന് ഇരുണ്ടു. വേണ്ട നന്ദന, നമ്മൾ ഒന്നിച്ച് പുറത്തിറങ്ങുന്നത് അത്ര നല്ലതല്ല. നാട്ടുകാർ പലതും പറയും, അത് നിനക്ക് കേൾക്കേണ്ടി വരും. നീ നിന്റെ വീട്ടുകാരുടെ ഒപ്പം എവിടെയെങ്കിലും പൊയ്ക്കോ. എന്നെ ഒഴിവാക്കണം. എന്താ ദേവേട്ട എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത്? നന്ദനയുടെ ശബ്ദം ഉയർന്നു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഒഴുകാൻ തുടങ്ങി. നാട്ടുകാർ എന്തു പറഞ്ഞാൽ എന്താ?
നിങ്ങളാണ് എൻ്റെ ഭർത്താവ്. നിങ്ങളുടെ കൂടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാനാണ് എനിക്കിഷ്ടം. എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ എന്നെയാണ് വേദനിപ്പിക്കുന്നത്. അവളുടെ ആ ചോദ്യത്തിന് മുന്നിൽ ദേവന് മറുപടിയില്ലായിരുന്നു. അവൻ പതുക്കെ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. ആ രാത്രിയും അവരുടെ ഇടയിലെ അകലം കുറഞ്ഞില്ല. നന്ദന കട്ടിലിൻ്റെ ഒരറ്റത്തിരുന്ന് കരയുമ്പോൾ ദേവൻ തറയിലെ പായിൽ കിടന്ന് സ്വന്തം വിധിയെ ഓർത്ത് നെടുവീർപ്പിടുകയായിരുന്നു. പരസ്പരം സ്നേഹമുണ്ടായിട്ടും ദേവന്റെ ഉള്ളിലെ കറുത്ത നിറത്തിന്റെ ആ വലിയ മതിൽക്കെട്ട് അവർക്കിടയിൽ ഒരു വലിയ പർവ്വതമായി നിലകൊണ്ടു. അടുത്ത ദിവസം രാവിലെ നേരം പുലർന്നത് നന്ദനയുടെ മനസ്സിൽ പുതിയൊരു തീരുമാനത്തോടെയായിരുന്നു. ദേവേട്ടന്റെ ഉള്ളിലെ അപകർഷതാബോധം അത്ര പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു. വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ പ്രവൃത്തിയിലൂടെ മാത്രമേ അദ്ദേഹത്തിന് തന്നിലുള്ള വിശ്വാസം കൂട്ടാൻ കഴിയൂ. അവൾ പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ ജാനകി പതിവിലും നേരത്തെ എത്തിയിരുന്നു. നന്ദനയെ കണ്ടതും അവരൊന്ന് ഉറക്കെ ശ്വാസം വിട്ടു. ഹരിക്ക് കോളേജിൽ പോകാൻ നേരത്തെ ചോറും കറികളും വേണം. അതുകൊണ്ട് നീ വേഗം പച്ചക്കറികൾ അരിയൂ എന്നവർ അല്പം അധികാരത്തോടെ പറഞ്ഞു. നന്ദന ഒന്നും മിണ്ടാതെ കത്തിയും പലകയും എടുത്ത് പച്ചക്കറികൾ അരിയാൻ തുടങ്ങി. വലിയ തറവാട്ട് വീട്ടിൽ പച്ചക്കറി അരിയാൻ പോലും ആളുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ വീടായതുകൊണ്ട് അവൾ വളരെ സന്തോഷത്തോടെയാണ് ഓരോ പണിയും ചെയ്തത്. അതിനിടയിൽ ദേവൻ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. തലേദിവസം രാത്രിയിലെ വഴക്കിനു ശേഷം അവൻ നന്ദനയുടെ മുഖത്തേക്ക് നോക്കാൻ മടിക്കുകയായിരുന്നു. അവൻ ഉമ്മറത്തെ തിണ്ണയിലിരുന്ന പത്രം നിവർത്തി പിടിച്ചു. പക്ഷെ അവൻ്റെ മുഴുവൻ ശ്രദ്ധയും അടുക്കളയിൽ നിന്നും കേൾക്കുന്ന വളകളുടെ കിലുക്കത്തിലായിരുന്നു. അമ്മേ, ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഉമ്മറത്തേക്ക് വന്നപ്പോഴാണ് ദേവൻ പത്രത്തിൽ നിന്നും തല ഉയർത്തിയത്. ഹരിയുടെ കയ്യിൽ പുതിയൊരു ബ്രാൻഡഡ് ഷർട്ട് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ജാനകി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇതെവിടുന്ന് കിട്ടിയടാ ഹരി എന്ന് അവർ അത്ഭുതത്തോട് ചോദിച്ചു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോൾ നോക്കി വെച്ചതാ അമ്മേ. ഏട്ടൻ്റെ വർക്ക്ഷോപ്പിലെ മേശപ്പുറത്തിരുന്ന പൈസയിൽ നിന്നും കുറച്ചെടുത്ത് വാങ്ങിയതാ എന്ന് ഹരി വളരെ ലളിതമായി പറഞ്ഞു. അത് കേട്ടതും ദേവൻ ഞെട്ടിപ്പോയി. അത് വർക്ക്ഷോപ്പിൽ വണ്ടി നന്നാക്കാൻ തന്ന പാർട്ടിയുടെ പൈസയായിരുന്നു. അതെടുത്ത് നീ ഷർട്ട് വാങ്ങിയാൽ ഞാൻ എങ്ങനെ അവർക്ക് മറുപടി പറയുമെന്ന് ദേവൻ അല്പം ദേഷ്യത്തോട് ചോദിച്ചു. അതിന് ഹരിക്ക് ഒട്ടും കൂസലില്ലാതെയാണ് മറുപടി പറഞ്ഞത്. അതിന് ഏട്ടൻ കുറച്ചും കൂടി കൂടുതൽ പണിയെടുത്താൽ പോരെ. എനിക്ക് കോളേജിൽ ഇങ്ങനെയുള്ള നല്ല വസ്ത്രങ്ങൾ ഇട്ടു പോയില്ലെങ്കിൽ നാണക്കേടാ. ഏട്ടനെ പോലെ കരിയും പുരണ്ട് നടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഹരിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദനയ്ക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ അടുക്കളയിൽ നിന്നും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. ഹരിയോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ചേട്ടൻ അധ്വാനിക്കുന്ന പൈസ ചോദിക്കാതെ എടുത്തിട്ട് അദ്ദേഹത്തെ തന്നെ കളിയാക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു എന്ന് അവൾ ചോദിച്ചു. നന്ദന ഇടപെട്ടത് കണ്ടപ്പോൾ ജാനകിക്ക് ദേഷ്യം വന്നു. നീ ഈ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടണ്ട. എൻ്റെ മകൻ അവൻ്റെ ഏട്ടൻ്റെ പൈസയല്ലേ എടുത്തത്. അതിന് നീ എന്തിനാ ചൂടാവുന്നത് എന്ന് അവർ ചോദിച്ചു. ദേവൻ ഒന്നും മിണ്ടാതെ കസേരയിൽ നിന്നും എഴുന്നേറ്റു. അവൻ നന്ദനെ ഒന്ന് നോക്കി. എന്നിട്ട് ബൈക്കിന്റെ കീയും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. തൻ്റെ വീട്ടിൽ പോലും തനിക്ക് യാതൊരു വിലയുമില്ലെന്ന് നന്ദനയ്ക്ക് മുന്നിൽ വീണ്ടും തെളിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളം തകർന്നു പോയിരുന്നു. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ പാഞ്ഞുപോയി. നന്ദന സങ്കടത്തോടെ ഉമ്മറത്തിരുന്നു. ഹരിയും ജാനകിയും അവളെ അവഗണിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ലീലാവതി അമ്മ അങ്ങോട്ട് വന്നത്. അവർ നന്ദനയുടെ അരികിൽ വന്നിരുന്ന് കുശലം ചോദിക്കാൻ തുടങ്ങി. മോളെ നന്ദനെ, നീ വലിയ വീട്ടിലെ കുട്ടിയല്ലേ, നിനക്ക് ഈ കറുത്ത ദേവന്റെ കൂടെ കഴിയാൻ വിഷമം തോന്നുന്നില്ലേ എന്ന് അവർ പതുക്കെ ചോദിച്ചു. നാട്ടുകാർ പലരും പറയുന്നത് കേട്ടു. മാധവൻ പിള്ളയ്ക്ക് എന്തോ വലിയ കടബാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ കല്യാണം നടത്തിയത് എന്ന്. ലീലാവതിയുടെ ചോദ്യം കേട്ടപ്പോൾ നന്ദനയുടെ കണ്ണുകളിൽ ദേഷ്യം തിളങ്ങി. അവൾ അവരെ നോക്കി പച്ചയായി തന്നെ മറുപടി പറഞ്ഞു. ലീലാവതി അമ്മേ, എൻ്റെ അച്ഛൻ ഒരു കടവുമില്ല. നാട്ടുകാർക്ക് എന്തും പറയാം. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ നിറമല്ല പ്രധാനം, അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ്. ഇനി ഒരിക്കലും എൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കരുത്. ഇങ്ങനെ ഒരു മറുപടി കേട്ട് ലീലാവതിയുടെ മുഖം ഒന്ന് കറുത്തു. അവർ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. വൈകുന്നേരമായപ്പോൾ നന്ദന ഒരു തീരുമാനമെടുത്തിരുന്നു. അവൾ ജാനകിയോട് താൻ കുറച്ചു നേരം പുറത്തു പോവുകയാണെന്ന് പറഞ്ഞു. ജാനകി ഇത് വലിയ കാര്യമാക്കിയില്ല. നന്ദന നേരെ നടന്നത് ദേവന്റെ വർക്ക്ഷോപ്പിലേക്കായിരുന്നു. അവൾ കവലയിലൂടെ നടന്നു പോകുമ്പോൾ ആളുകളെല്ലാം അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. നാട്ടിൻപുറത്തെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി തനിച്ച് നടന്നു പോകുന്നത് അവർക്കൊരു പുതുമയായിരുന്നു. വർക്ക്ഷോപ്പിൽ ദേവൻ ഒരു വണ്ടിയുടെ അടിയിൽ കിടന്ന് പണിയെടുക്കുകയായിരുന്നു. അവൻ്റെ മുഖത്തും കൈകളിലും കറുത്ത ഓയിൽ പറ്റി പിടിച്ചിരിക്കുന്നു. പെട്ടെന്നാണ് വർക്ക്ഷോപ്പിന്റെ മുന്നിൽ ഒരു നിഴൽ കണ്ടത്. വാസുവണ്ണനാണ് ആദ്യം നോക്കിയത്. വന്നിരിക്കുന്നത് നന്ദനയാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. എടാ ദേവ, ദാ നിന്റെ ഭാര്യ വന്നിരിക്കുന്നുവെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ദേവൻ വണ്ടിയുടെ അടിയിൽ നിന്നും പതുക്കെ പുറത്തേക്ക് വന്നു. കയ്യിലെ കറ തുടച്ചുകൊണ്ട് അവൻ വിശ്വസിക്കാനാവാതെ നന്ദനയെ നോക്കി. നീ ഇവിടെ എന്താ ഈ ചെയ്യുന്നത് എന്ന് അവൻ പരുങ്ങലോട് ചോദിച്ചു. ചുറ്റുമുള്ള കടകളിലെ ആളുകളെല്ലാം തങ്ങളെ തന്നെയാണ് നോക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അവൻ്റെ ഉള്ളിൽ വീണ്ടും ഭയം നിറഞ്ഞു. ഞാൻ ദേവേട്ടനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ എന്ന് നന്ദന പുഞ്ചിരിയോട് പറഞ്ഞു. നമുക്കിന്ന് കൃഷ്ണക്ഷേത്രത്തിൽ പോകണം, ഞാൻ പറഞ്ഞതല്ലേ. ദേവേട്ടൻ ചുറ്റും നോക്കി.
നാട്ടുകാർ പലതും കുശൂഷിക്കുന്നുണ്ടായിരുന്നു. നന്ദന, നീ വെറുതെ വാശി പിടിക്കരുത്. ആളുകൾ നമ്മളെ നോക്കി ചിരിക്കുകയാണ്. നീ വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന് അവൻ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷെ നന്ദന പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവൾ മുന്നോട്ട് വന്ന് എല്ലാവരും കാണെ ദേവന്റെ ആ കരിപുരണ്ട കൈകളിൽ മുറുകെ പിടിച്ചു. ദേവേട്ട, എനിക്ക് മറ്റാരുടെയും നോട്ടം പ്രശ്നമല്ല. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവളുടെ ഉറച്ച ഭാവത്തിന് മുന്നിൽ ദേവന്റെ എല്ലാ മതിൽക്കെട്ടുകളും പതുക്കെ തകരുന്നത് പോലെ അവന് തോന്നി. വാസുവണ്ണൻ അവനെ നോക്കി കാണിച്ചു. നീ പൊയ്ക്കോടാ എന്ന മട്ടിൽ. ദേവൻ പതുക്കെ കൈകൾ കഴുകി ഷർട്ട് മാറ്റി അവളുടെ കൂടെ നടന്നു. കവലയിലൂടെ അവർ ഒന്നിച്ചു നടക്കുമ്പോൾ ആളുകളുടെ നോട്ടങ്ങൾ തങ്ങൾക്ക് നേരെ ഉയരുമ്പോൾ നന്ദന അവൻ്റെ കൈകൾ വിട്ടിരുന്നില്ല. ആദ്യമായി ദേവന്റെ ഉള്ളിൽ ഒരു ചെറിയ വെളിച്ചം വീശാൻ തുടങ്ങുകയായിരുന്നു. എങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന വലിയ കൊടുങ്കാറ്റുകളെക്കുറിച്ച് അവരപ്പോൾ അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ നേരം പുലർന്നത് നന്ദനയുടെ മനസ്സിൽ പുതിയൊരു തീരുമാനത്തോടെയായിരുന്നു. ദേവേട്ടൻ്റെ ഉള്ളിലെ അപകർഷതാബോധം അത്ര പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ പ്രവൃത്തിയിലൂടെ മാത്രമേ അദ്ദേഹത്തിന് തന്നിലുള്ള വിശ്വാസം കൂട്ടാൻ കഴിയൂ. അവൾ പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ ജാനകി പതിവിലും നേരത്തെ എത്തിയിരുന്നു. കവലയിലെ ആളുകളുടെ നോട്ടവും കുശൂഷിപ്പുകളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് നന്ദന ദേവന്റെ കൈകൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നത്. ആദ്യമൊക്കെ ദേവൻ തന്റെ കൈകൾ പതുക്കെ വലിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും നന്ദനയുടെ കൈകളുടെ ആ ശക്തമായ പിടി അവനെ അതിനനുവദിച്ചില്ല. അവളുടെ വെളുത്ത വിരലുകൾക്കിടയിൽ തന്റെ കറുത്ത തഴമ്പിച്ച വിരലുകൾ കോർത്തു പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ദേവന്റെ നെഞ്ചിൽ ഒരു പുതിയ തരം അനുഭൂതിയാണ് ഉണ്ടായത്. ഭയവും നാണവും ഒപ്പം ഒരു ചെറിയ സന്തോഷവും അവന്റെ മനസ്സിൽ മാറി മറിഞ്ഞു വന്നു. അവർ നടന്ന ആൽത്തറയുടെ അരികിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മുന്നിലെത്തി. സായം സന്ധ്യയിലെ ദീപാരാധനയുടെ സമയമായിരുന്നു അത്. ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നാട്ടിലെ പ്രമാണിമാരായ പലരും അവിടെ ഉണ്ടായിരുന്നു. നന്ദനെയും ദേവനെയും ഒന്നിച്ചു കണ്ടതും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയിൽ വീണ്ടും നോട്ടങ്ങൾ കൈമാറാൻ തുടങ്ങി. ചിലർ നന്ദനെ നോക്കി സഹതാപത്തോടെ തലയാട്ടി, മറ്റു ചിലർ ദേവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. ദേവൻ പെട്ടെന്ന് ക്ഷേത്രത്തിന്റെ ഒരു മൂലയിലേക്ക് മാറി നിൽക്കാൻ ശ്രമിച്ചു. നന്ദന, നീ അകത്ത് പോയി തൊഴുതു വരിൻ, ഞാനിവിടെ പുറത്ത് നിൽക്കാം എന്നവൻ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷെ നന്ദന സമ്മതിച്ചില്ല. ഇല്ല ദേവേട്ട, നമ്മൾ ഒന്നിച്ചു വന്നതല്ലേ, അപ്പോൾ ഒന്നിച്ചു തന്നെ തൊഴണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെയും കൂട്ടി ശ്രീകോവിലിന്റെ മുന്നിലേക്ക് നടന്നു. നട തുറന്ന കർപ്പൂര ആരതി ഒഴിയുമ്പോൾ നന്ദന കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. കണ്ണ, എൻ്റെ ദേവേട്ടൻ്റെ മനസ്സിലെ സങ്കടം നീ മാറ്റിക്കൊടുക്കണേ, ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം നൽകണേ. ദേവൻ പ്രാർത്ഥിക്കാൻ മറന്ന് നന്ദനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ചുവന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ അവളുടെ മുഖം കൂടുതൽ സുന്ദരമായി തോന്നി. തന്നെ പോലൊരു സാധാരണക്കാരന്റെ കൂടെ നിൽക്കുമ്പോഴും അവളുടെ മുഖത്ത് യാതൊരു നാണക്കേടും ഉണ്ടായിരുന്നില്ല. പകരം ഒരു അഭിമാനമാണ് പ്രകടമായിരുന്നത്. വാൽമീകി പൂവും പ്രസാദവും വാങ്ങി അവർ പുറത്തിറങ്ങി. ക്ഷേത്രത്തിന്റെ പടവുകൾ ഇറങ്ങുമ്പോൾ തടിച്ചുകൂടിയൊരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്നും ഒരു പരിഹാസ ചുവയുള്ള സംസാരം ദേവന്റെ കാതുകൾ വീണു. ഹരിയുടെ കൂട്ടുകാരനായ പ്രകാശൻ എന്ന പയ്യനായിരുന്നു അത് പറഞ്ഞത്. നോക്കടാ, അപ്സരസിന്റെ കൂടെ കാട്ടുമാക്കാൻ നടന്നു പോകുന്നത് കണ്ടില്ലേ എന്ന് അവൻ ഉറക്കെ പറഞ്ഞു. അത് കേട്ട് കൂടെയുള്ളവർ ചിരിച്ചു. ദേവനത് കേട്ടതായി ഭാവിക്കാതെ തലതാഴ്ത്തി നടന്നു. ഇത്തരം വാക്കുകൾ കേട്ടവൻ പണ്ടേ ശീലിച്ചതായിരുന്നു. എന്നാൽ നന്ദനയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ പെട്ടെന്ന് തിരിഞ്ഞെന്ന് ആ പയ്യന്റെ നേരെ നടന്നു. താൻ എന്താണിപ്പോൾ പറഞ്ഞതെന്ന് അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. നന്ദനയുടെ ഭാവം കണ്ട പയ്യനൊന്ന് പരിങ്ങി. മറ്റുള്ളവരുടെ നിറത്തെയും രൂപത്തെയും കളിയാക്കാൻ തനിക്ക് ആരാണ് അധികാരം തന്നതെന്ന് അവൾ ചോദിച്ചു. സ്വന്തമായി അധ്വാനിച്ച് അന്തസ്സായി ജീവിക്കുന്ന എൻ്റെ ഭർത്താവിനെ കളിയാക്കാൻ തനിക്കുള്ള യോഗ്യത എന്താണെന്ന് അവൾ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം നിശബ്ദരായി. നന്ദന, വേണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവൻ അവളുടെ കൈകൾ പിടിച്ച് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. വഴിയിലുടനീളം നന്ദന ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ദേവേട്ടൻ എന്താ അവരോടൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? അവർ നിങ്ങളെ എത്രമാത്രം അപമാനിച്ചു എന്ന് സങ്കടത്തോടെ ചോദിച്ചു. നന്ദന, അവർ പറഞ്ഞതിൽ എന്ത് തെറ്റാ എന്ന് ദേവൻ ശാന്തമായി ചോദിച്ചു. ഞാനൊരു കാട്ടുമാക്കാനെ പോലെ കറുത്തവൻ തന്നെയല്ലേ, നീ ഒരു രാജകുമാരിയെ പോലെ വെളുത്തവളും. അവർ സത്യമല്ലേ പറഞ്ഞത്? അത് കേട്ടപ്പോൾ നന്ദനയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ദേവേട്ട എന്നവൾ ചോദിച്ചു. ആ ചോദ്യത്തിന് മുന്നിൽ ദേവൻ മറുപടിയില്ലാതെ നിന്നു. അവൻ അവളെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് തുറന്നു പറയാൻ അവൻ്റെ അപകർഷതാബോധം അവനെ അനുവദിച്ചില്ല. അവർ വീട്ടിലെത്തിയപ്പോൾ മുറ്റത്തൊരു കാറ് കിടക്കുന്നത് കണ്ടു. നന്ദനയുടെ അച്ഛൻ മാധവൻ പിള്ളയും അമ്മ ശാരദയുമായിരുന്നു അത്. മകളെയും മരുമകനെയും കാണാൻ വന്നതായിരുന്നു അവർ. ജാനകിയും ഹരിയും ഉമ്മറത്തെ വലിപ്പത്തിലിരിക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് നന്ദന അകത്തേക്ക് ഓടിക്കയറി. മാധവൻ പിള്ള മകളെ ചേർത്ത് പിടിച്ചു. സുഖമാണോ മോളെ എന്ന് അദ്ദേഹം ചോദിച്ചു. സുഖമാണ് അച്ഛാ എന്ന് നന്ദന പുഞ്ചിരിയോടെ പറഞ്ഞു. ദേവൻ പതുക്കെ അകത്തേക്ക് കയറി.
അപ്പൻ്റെയും അമ്മായിയമ്മയുടെയും അരികിലേക്ക് വന്നു. നാളെ നിങ്ങളെ രണ്ടുപേരെയും വിരുന്നിന് വിളിക്കാൻ വന്നതാ, മാധവൻപിള്ള പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായി മകൾ സ്വന്തം വീട്ടിലേക്ക് വരുന്ന ചടങ്ങാണ്. അതുകൊണ്ട് ദേവൻ നാളെ വർക്ക്ഷോപ്പിൽ പോകരുത്, രണ്ടുപേരും നേരത്തെ വരണം. ദേവൻ പെട്ടെന്ന് പരിങ്ങി. അച്ഛാ, ഞാൻ നാളെ വരണമെന്നുണ്ടോ? വർക്ക്ഷോപ്പിൽ കുറച്ച് പണിയുണ്ട്, നന്ദന തനിയെ പൊയ്ക്കോളൂ എന്ന് അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദനയുടെ മുഖം വീണ്ടും മങ്ങി. മരുമകൻ വരാതെ മകൾക്ക് മാത്രം വരുന്നത് ശരിയല്ലല്ലോ ദേവാ. നീ നാളെ എന്തായാലും വരണമെന്ന് മാധവൻപിള്ള സ്നേഹത്തോട് നിർബന്ധിച്ചു. അവർ പോയതിനു ശേഷം ജാനകി വീണ്ടും കുറ്റപ്പെടുത്തലുകളുമായി വന്നു. വലിയ വീട്ടുകാർ വിരുന്നിന് വിളിച്ചപ്പോൾ എൻ്റെ മോന് വലിയ മടിയാണല്ലോ, അവിടെ ചെന്നാൽ നിന്റെ ഈ രൂപം കണ്ട് അവർക്ക് നാണക്കേടാവുമെന്ന് കരുതിയായിരിക്കും അല്ലേ എന്ന് അവർ പരിഹസിച്ചു. ഹരിയും അത് കേട്ട് ചിരിച്ചു. രാത്രി മുറിയിലെത്തിയപ്പോൾ നന്ദന ദേവന്റെ മുന്നിൽ വന്നു നിന്നു. നാളെ നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കിപ്പോൾ അറിയണം, അവൾ കട്ടായമായി ചോദിച്ചു. ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും ചോറ് പോലും കഴിക്കില്ല. നന്ദനയുടെ വാശിയുടെ മുന്നിൽ ദേവനൊടുവിൽ സമ്മതിക്കേണ്ടി വന്നു. ശരി, ഞാൻ വരാമെന്നവൻ പറഞ്ഞു. എങ്കിലും വലിയ തറവാട്ട് വീട്ടിലെ ആളുകളുടെ മുന്നിൽ താൻ എങ്ങനെ ചെന്ന് നിൽക്കുമെന്നോർത്ത് ദേവന്റെ മനസ്സിൽ ആ രാത്രിയും അശാന്തമായിരുന്നു. പിറ്റേന്ന് രാവിലെ നന്ദനയുടെ തറവാട്ട് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ ദേവന്റെ മനസ്സിൽ വലിയൊരു ഭാരമുണ്ടായിരുന്നു. നന്ദന പട്ടുസാരി ഉടുത്ത് സർവാഭരണ വിഭൂഷിതയായി ഇറങ്ങിയപ്പോൾ ദേവൻ തൻ്റെ കൈവശമുള്ള ഏറ്റവും നല്ല മുണ്ടും ഷർട്ടുമാണ് ധരിച്ചത്. എങ്കിലും കണ്ണാടിയിൽ നോക്കിയപ്പോൾ താൻ അവൾക്കൊപ്പം നിൽക്കാൻ ഒട്ടും യോഗ്യനല്ലെന്ന ചിന്ത അവൻ്റെ മനസ്സിനെ വീണ്ടും കുത്തി നോവിച്ചു. അവർ രണ്ടുപേരും കൂടി മാധവൻപിള്ളയുടെ വലിയ തറവാട്ട് മുറ്റത്തേക്ക് നടന്നെത്തുമ്പോൾ അവിടെ നന്ദനയുടെ ബന്ധുക്കളായ അമ്മാവന്മാരും കസിനുകളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പണക്കൊഴുപ്പും ആഠിത്യവുമുള്ള അന്തരീക്ഷത്തിലേക്ക് കടക്കാൻ ദേവന്റെ കാലുകൾ മടിച്ചു. ആഹാ, മോളും മരുമകനും വന്നല്ലോ, അകത്തേക്ക് കയറിയിരിക്കും ദേവ. മാധവൻപിള്ള അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. എന്നാൽ പൂമുഖത്തിരുന്ന നന്ദനയുടെ മൂത്തമ്മാവൻ രാഘവൻ നായർ ദേവനെ ഒന്ന് ഇരുത്തി നോക്കി. മാധവന് മകളുടെ കാര്യത്തിൽ ഇത്രയും വലിയൊരു നിർബന്ധമുണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല. നാട്ടിൽ എത്രയോ നല്ല ആലോചനകൾ വന്നതാ ഒടുവിൽ കൊണ്ടുപോയി കൊടുത്തത്. അദ്ദേഹം ബാക്കി വാചകം പൂർത്തിയാക്കിയില്ലെങ്കിലും ആ നോട്ടത്തിലും ശബ്ദത്തിലും പുച്ഛം നിറഞ്ഞു നിന്നിരുന്നു. അത് കേട്ടതും ദേവൻ കൂടുതൽ അന്തർമുഖനായി ഒരു വശത്തേക്ക് മാറിയിരുന്നു. നന്ദനയ്ക്ക് അമ്മാവൻ്റെ പെരുമാറ്റം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ ദേവൻ്റെ അരികിലേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ചു. അമ്മാവ, എൻ്റെ സ്വന്തം ഭർത്താവ് അധ്വാനം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. വേറെ ആരുടെയും ദാക്ഷിണ്യം കൊണ്ടല്ല അദ്ദേഹം ജീവിക്കുന്നത്. ആ യോഗ്യത എനിക്ക് ഈ നാട്ടിലെ മറ്റാരേക്കാളും വലുതാണ്, അവൾ എല്ലാവരും കേൾക്കി ഉറക്കെ പറഞ്ഞു. ഭക്ഷണ സമയമായപ്പോൾ മേശപ്പുറത്ത് വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയിരുന്നത്. എല്ലാവരും ഒപ്പമിരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോഴും രാഘവൻ നായരും മറ്റു ചിലരും ദേവനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. അവർ ബിസിനസ്സിനെ കുറിച്ചും വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചപ്പോൾ സാധാരണ മെക്കാനിക്കായ ദേവൻ അതിലൊന്നും പങ്കുചേരാൻ കഴിഞ്ഞില്ല. അവൻ വേഗം ഭക്ഷണം കഴിച്ച് തീർത്ത് കൈ കഴുകാൻ എഴുന്നേറ്റു. തറവാടിൻ്റെ പുറകിലെ കുളക്കരയിൽ വന്ന് നിൽക്കുമ്പോൾ ദേവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആരും കാണാതെ അവൻ ആ കണ്ണുനീർ തുടച്ചു മാറ്റി. താൻ കാരണം നന്ദനയ്ക്ക് സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ പോലും തല താഴ്ത്തേണ്ടി വരുന്നു എന്ന ചിന്ത അവനെ വല്ലാതെ വേദനിപ്പിച്ചു. പെട്ടെന്നാണ് പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ നന്ദനയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പായസം ഉണ്ടായിരുന്നു. ദേവേട്ടാ, എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? സദ്യയൊക്കെ ഇഷ്ടപ്പെട്ടോ? അവൾ പാവം ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. നന്ദന, നീ എന്തിനാ എൻ്റെ കൂടെ വന്ന് നിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? നിന്റെ അമ്മാവൻ പറഞ്ഞത് എത്ര ശരിയാ. നിനക്ക് എത്രയോ നല്ല ജീവിതം കിട്ടേണ്ടതായിരുന്നു. എന്നെപ്പോലൊരു കരിമ്പാറയുടെ കൂടെ ജീവിച്ച് നിന്റെ ആയുസ് കളയണോ? നമ്മൾ തമ്മിൽ ഒരു ചേർച്ചയുമില്ല. വിരുന്നിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ നാൾ മുതൽ ദേവന്റെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നിരുന്നു. നന്ദനയുടെ സ്നേഹം കപടമല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയെങ്കിലും കുടുംബത്തിൽ നിന്നുള്ള അവഗണനയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അനിയൻ ഹരിക്ക് ദേവനോടുള്ള പുച്ഛം നാൾക്ക് നാൾ കൂടി വന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം രാത്രി ആ സംഭവം നടക്കുന്നത്. അന്ന് കടുത്ത ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയായിരുന്നു. നാട്ടുകാരെല്ലാം നേരത്തെ തന്നെ വാതിലടച്ച് കിടന്നുറങ്ങുകയായിരുന്നു. പാതിരാത്രി ആയപ്പോൾ ദേവന്റെ വീണ്ടും ഉമ്മർത്ത് വന്ന ആരോ വാതിൽ ശക്തിയായി മുട്ടാൻ തുടങ്ങി. ദേവാ, എടാ ദേവാ, വേഗം വാതിലൊന്ന് തുറന്നേ. പുറത്തുനിന്നും അയൽക്കാരനായ രാഘവന്റെ നിലവിളി ശബ്ദമാണ് കേട്ടത്. മുറിയിൽ നിന്നും ദേവനും നന്ദനയും വേഗം എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു. കൂടെ ജാനകിയും ഹരിയും പേടിയോടെ വന്നു. ഉമ്മറത്തേക്ക് ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന രാഘവനെയാണ് അവൻ കണ്ടത്. എന്താ രാഘവേട്ട, എന്തു പറ്റി? ദേവൻ പരിഭ്രമത്തോട് ചോദിച്ചു. എടാ ദേവാ, എൻ്റെ മോൻ വിനുവിന് വലിയൊരു അപകടം പറ്റി. ടൗണിൽ നിന്ന് വരുമ്പോൾ ബൈക്ക് മറിഞ്ഞ് അവൻ കവലയിലെ തോപ്പിൽ വീണ് കിടക്കുക. കാലോടിഞ്ഞ് ഇറങ്ങാൻ പറ്റുന്നില്ല. ചോര ഒഴുകുകയാടാ. ഈ അർദ്ധരാത്രിയിൽ ഒരു വണ്ടിക്കാരും വരുന്നില്ല. എങ്ങനെയെങ്കിലും അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിക്കണേ. രാഘവൻ കരഞ്ഞുകൊണ്ട് ദേവന്റെ കൈകൾ പിടിച്ചു. പേടിക്കേണ്ട രാഘവേട്ട, ഞാൻ വരാം, ദേവൻ ഒട്ടും അടിക്കാതെ പറഞ്ഞു. അവൻ ഉമ്മറത്തിരുന്ന തൻ്റെ റെയിൻകോട്ട് എടുത്ത് ധരിച്ചു. ഹരി, നീയും കൂടെ വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി അവനെ എടുക്കാം.
ദേവൻ അനിയനെ വിളിച്ചു. പക്ഷേ ഹരി പുറകോട്ട് മാറി നിന്നു. അയ്യോ, ഈ പാതിരാത്രിയിൽ ഇത്രയും വലിയ മഴയത്തോ? എനിക്ക് പേടിയാ. ഞാനില്ല. മാത്രമല്ല അവിടെയൊക്കെ നല്ല ചെളിയായിരിക്കും. എൻ്റെ വസ്ത്രങ്ങളെല്ലാം കേടാകും. ഹരി സ്വാർത്ഥതയോടെ പറഞ്ഞു. ജാനകി ചെറിയ മകനെ അനുകൂലിച്ചു. അവനെ വിടേണ്ട ദേവ, അവന് വല്ല പനിയും വരും. സ്വന്തം അനിയൻ്റെയും അമ്മയുടെയും പെരുമാറ്റം കണ്ട് നന്ദനയ്ക്ക് വല്ലാതെ അറപ്പ് തോന്നി. ദേവൻ പക്ഷെ അവരോടൊന്നും തർക്കിക്കാൻ നിന്നില്ല. നന്ദന, നീ വാതിലടച്ചു, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ദേവൻ ആ കടുമിരുട്ടിലേക്ക് ഇറങ്ങി നടന്നു. കവലയിലെ ആഴമേറിയ തോട്ടിൽ ചെളിയിലും മുള്ളുകളിലും കിടക്കുകയായിരുന്നു വിനു. മഴയത്ത് ആരും വരാൻ മടിച്ചിരുന്ന ആ സമയത്ത് ദേവൻ ഒട്ടും മടിക്കാതെ തോട്ടിലേക്ക് ഇറങ്ങി തൻ്റെ ശക്തമായ കൈകൾ കൊണ്ട് വിനുവിനെ വാരി കോരിയെടുത്തു. മുള്ളുകൾ തറച്ച ദേവന്റെ ശരീരത്തിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു. ചെളി പുരണ്ട ചോര ഒലിപ്പിച്ച് വിനുവിനെയും ചുമലിലേറ്റ് അവൻ റോഡിലേക്ക് കയറി. അവിടെ ഉണ്ടായിരുന്ന ഓട്ടോക്കാരനെ വിളിച്ച് ദേവൻ വിനുവിനെ ടൗണിലെ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർമാർ വേഗം തന്നെ വിനുവിന് ചികിത്സ നൽകി. നേരം പുലർന്നപ്പോഴേക്കും അവൻ അപകടാവസ്ഥ തരണം ചെയ്തിരുന്നു. സമയത്ത് എത്തിച്ചേർന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവൻ രക്ഷിക്കാനായത്. ദേവന്റെ ഈ മനസ്സ് ആർക്കും ഉണ്ടാവില്ല, ഡോക്ടർ രാഘവനോട് പറഞ്ഞു. രാഘവൻ നന്ദിയോടെ ദേവന്റെ കൈകൾ പിടിച്ചു കരഞ്ഞു. രാവിലെ വെളിച്ചം വീണപ്പോൾ ദേവൻ തിരികെ വീട്ടിലെത്തി. ശരീരം മുഴുവൻ ചെളിയും ചോരക്കറയും പുരണ്ട വസ്ത്രമെല്ലാം കീറിപ്പറഞ്ഞ അവസ്ഥയിലായിരുന്നു അവൻ. ഉമ്മർത്തിരുന്ന ജാനകിയും ഹരിയും ലീലാവതി അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു. വിനുവിന്റെ ജീവൻ രക്ഷിച്ച ദേവന്റെ വാർത്ത ഇതിനോടകം നാട്ടിൽ പരന്നിരുന്നു. ലീലാവതി അമ്മ ജാനകി നോക്കി പറഞ്ഞു. ജാനകി, നീ എപ്പോഴും നിന്റെ വെളുത്ത ചെറിയ മകനെ പറ്റി പെരുമ പറയുന്നില്ലേ? പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഒരു ജീവൻ രക്ഷിക്കാൻ നിന്റെ ഈ മൂത്ത മകന്റെ കറുത്ത കൈകളെ ഉണ്ടായിരുന്നുള്ളൂ. രൂപത്തിലല്ല, മനസ്സിലാണ് മനുഷ്യന്റെ നന്മ ഇരിക്കുന്നത്. അമ്മ ജാനകിയുടെ കണ്ണുകൾ അപ്പോഴാണ് നിറഞ്ഞത്. താൻ ജനിച്ച നാൾ മുതൽ അവഗണിച്ച മകനാണ് ഇന്ന് ഈ നാടിന് മുന്നിൽ ഹീറോ ആയി നിൽക്കുന്നത്. ഹരിയും തലതാഴ്ത്തി നിന്നു. ദേവന്റെ ഉള്ളിലെ ആ കറുത്ത നിറമല്ല, മറിച്ച് അവന്റെ സ്വർണ്ണ മനസ്സാണ് ഏറ്റവും വലുതെന്ന് ആ കുടുംബം ഒടുവിൽ തിരിച്ചറിയുകയായിരുന്നു. മുറ്റത്ത് നിൽക്കുന്ന ദേവനെ നോക്കി നന്ദനയുടെ കണ്ണുകൾ അഭിമാനം കൊണ്ട് തിളങ്ങി. അവളൊരു തോർത്തുമായി അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. അന്ന് വൈകുന്നേരം കവലയിലെ ചായക്കടയിലും വീട്ടിലുമെല്ലാം ദേവന്റെ ധീരതയെക്കുറിച്ചുള്ള സംസാരങ്ങൾ മാത്രമായിരുന്നു. വർഷങ്ങളായി അവനെ കരിമ്പാറയെന്നും കാട്ടുമാക്കാരെന്നും വിളിച്ച് മാറ്റി നിർത്തിയ നാട്ടുകാരെന്ന് അവനെ കാണുമ്പോൾ ബഹുമാനത്തോടെ തലയാട്ടി. സ്വന്തം അനിയൻ ഹരി അന്ന് പകൽ മുഴുവൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയില്ല. താൻ കാണിച്ച സ്വാർത്ഥതയും ഏട്ടനോട് ചെയ്ത ക്രൂരതകളും അവനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. സന്ധ്യയായപ്പോൾ ജാനകി പതുക്കെ ദേവന്റെ മുറിയിലേക്ക് നടന്നു വന്നു. ദേവൻ ജനലരികിൽ നിൽക്കുകയായിരുന്നു. ജാനകി അവന്റെ തോളിൽ പതുക്കെ കൈവച്ചു. അമ്മയുടെ സ്പർശനം കണ്ട ദേവൻ അത്ഭുതത്തോട് തിരിഞ്ഞു നോക്കി. ദേവ, എന്നോട് ക്ഷമിക്കടാ. ജാനകിയുടെ ശബ്ദം ഇടറിയിരുന്നു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. നിന്റെ കറുത്ത നിറത്തിന്റെ പേരിൽ നിന്നെ പ്രസവിച്ച് എനിക്ക് പോലും നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. എപ്പോഴും ഹരിയെ മാത്രമാണ് ഞാൻ നോക്കിയത്. പക്ഷെ ഇന്നലെ നീ കാണിച്ച ആ മനസ്സ്, അതിനു മുന്നിൽ ഈ അമ്മ തോറ്റുപോയടാ. രൂപത്തിലല്ല, നല്ല മനസ്സിലാണ് കാര്യമെന്ന് നീ എനിക്ക് കാണിച്ചു തന്നു. അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ദേവന്റെ കണ്ണു നിറഞ്ഞു. അവൻ ജാനകിയെ കെട്ടിപ്പിടിച്ചു. എന്താ അമ്മ ഈ പറയുന്നത്? എനിക്ക് അമ്മയോട് ഒരു പരിഭവവുമില്ല. അവൻ അമ്മയുടെ കണ്ണുനീർ തുടച്ചു മാറ്റി. ഹരിയും പതുക്കെ മുറിയിലേക്ക് വന്നു. ദേവന്റെ കൈകൾ പിടിച്ചു. ക്ഷമ ചോദിച്ചു. വർഷങ്ങളായി ആ വീട്ടിൽ നിലനിന്നിരുന്ന അവഗണനയുടെ മതിൽക്കെട്ടുകൾ അങ്ങനെ പൂർണ്ണമായും തകർന്നു വീണു. രാത്രിയിൽ മുറിയിലാകെ മല്ലികപ്പൂക്കളുടെ മണം നിറഞ്ഞു നിന്നു. ജനലിലൂടെ നിലാവ് അകത്തേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. നന്ദന കട്ടിലിന്റെ ഒരു അറ്റത്തിരുന്ന ദേവനെ നോക്കി പുഞ്ചിരിച്ചു. ദേവൻ പതുക്കെ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. എപ്പോഴും ജനലരികിലേക്കോ തറയിലേക്കോ ഒഴിഞ്ഞു മാറുന്ന ദേവൻ ഇന്ന് ആദ്യമായി അവളുടെ അരികിൽ വന്നിരുന്നു. അവൻ നന്ദനയുടെ കൈകൾ തൻ്റെ കൈകൾക്കുള്ളിലാക്കി. ആ കറുത്ത തഴപ്പിച്ച കൈകൾ അവളുടെ വെളുത്ത വിരലുകളോട് ചേർന്നപ്പോൾ ഇന്ന് അവൻ ഒട്ടും അപകർഷതാബോധം തോന്നിയില്ല. പകരം ആ കൈകൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഭംഗിയുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. നന്ദന, നീ ജയിച്ചു, ഞാൻ തോറ്റു. ദേവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. എന്തിലാ ദേവേട്ടാ ഞാൻ ജയിച്ചത്? അവൾ നാണത്തോട് ചോദിച്ചു. എൻ്റെ ഉള്ളിലെ ആ കറുത്ത മനസ്സിനെ നിന്റെ സ്നേഹം കൊണ്ട് നീ വെളുപ്പിച്ചെടുത്തു. ആളുകൾ കളിയാക്കുമ്പോൾ എനിക്ക് നിന്നോട് തന്നെ വെറുപ്പായിരുന്നു. പക്ഷെ നീ എന്നെ ജീവനായി സ്നേഹിച്ചപ്പോൾ മാത്രമാണ് എനിക്ക് എന്നിൽ വിശ്വാസം വന്നത്. എന്നോട് ക്ഷമിക്കണം. ഇത്രയും നാൾ നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ദേവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കൈകളിൽ വന്നു വീണു. നന്ദന പതിയെ അവളുടെ വെളുത്ത വിരലുകൾ കൊണ്ട് അവൻ്റെ കണ്ണുനീർ തുടച്ചു. ദേവേട്ട, എനിക്ക് നിങ്ങളുടെ ഈ മനസ്സായിരുന്നു വേണ്ടത്. ഇതിലും വലിയൊരു ഭാഗ്യം എനിക്കിനി ജീവിതത്തിൽ കിട്ടാനില്ല. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല ചായച്ചു. ദേവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പുറത്ത് നിലാവ് കൂടുതൽ തെളിഞ്ഞു നിന്നു. ഇരുണ്ട മേഘങ്ങൾ മാറി ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ അവരുടെ ജീവിതത്തിലെ ഇരുളും അപകർഷതാബോധവും മാറി. പ്രണയത്തിൻ്റെ പുതിയൊരു പുലരി പിറക്കുകയായിരുന്നു. ബാഹ്യ സൗന്ദര്യത്തിൻ്റെ നിറപ്പകിട്ടുകളിലല്ല, മനസ്സുകളുടെ ആഴത്തിലുള്ള തിരിച്ചറിവാണ് യഥാർത്ഥ പ്രണയമെന്നവർ ആ രാത്രിയിൽ ലോകത്തിന് കാണിച്ചു കൊടുത്തു. എഴുത്ത് മീന അവസാനിച്ചു.